സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് അവിടുന്ന് സഹാബത്തിനോട് 5 ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്നാമതായി തന്നെ അവിടുന്ന് പറയുന്നൊരു ഉപദേശമുണ്ട്. ഏതാണ് ആ ഉപദേശം എന്നറിയുമോ? അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്രില്ലാഹ്. ലോകത്തിലെ നേതാവ് ഉമ്മത്തിൽപ്പെട്ട ഖിയാമത്ത് നാൾ വരെ വരാനുള്ള സകല ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്രില്ലാഹ്. മോനെ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ അള്ളാനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം. അല്ലാഹ് എന്ന സ്മരണ നീ വർദ്ധിപ്പിക്കണം. അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്രില്ലാഹ്. ജനങ്ങളെ ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ, ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ, ജനങ്ങൾ എന്തു പറയുമെന്ന് ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയാണ് കേട്ടോ. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണം കേട്ടോ. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഷയവും നമ്മുടെ ജീവിതവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അള്ളാനെയാണ് കൂടുതൽ ഓർക്കേണ്ടത് ജനങ്ങളെക്കാൾ. എന്നാൽ നമ്മുടെ ജീവിതോ അള്ളാനെക്കാളും നമ്മൾ ജനങ്ങളെയാണ് ഓർക്കുന്നത്. ഏത് വിഷയം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ ജനങ്ങൾ എന്തു പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ എന്തു പറയും, അള്ളാഹ്ക്ക് തൃപ്തിയുണ്ടോ ഇല്ലേ, ഇതല്ല നമ്മുടെ വിഷയം. മറിച്ചോ, ഞാൻ ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിൽ ഉസ്താദ് എന്ത് കരുതും, ഞാൻ വഅലിന്റെ മജ്‌ലിസിൽ വന്നിട്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതും. ഇങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്രിന്നാസ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അല്ല നമ്മുടെ ലക്ഷ്യം. ജനങ്ങൾ എന്തും പറയട്ടെ, അള്ളാഹുവും അവന്റെ ഹബീബും പൊരുത്തപ്പെട്ട വിഷയമാണോ അത് ചെയ്യുമ്പോ ജനങ്ങൾ എന്തഭിപ്രായം പറഞ്ഞാലും അതൊന്നും നമ്മൾ കാര്യമായി എടുക്കേണ്ടതില്ല. മറിച്ചോ, അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ, ഇതേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. സുബ്ഹാനല്ലാഹ്. റമളാൻ മാസം വരുമ്പോ ഞങ്ങളെ നാട്ടിലുള്ള യുവാക്കൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു സ്പെഷ്യലായിട്ടൊരു തൊപ്പിയൊക്കെ സംഘടിപ്പിക്കും. റമളാൻ വരുമ്പോ ഒരു സ്പെഷ്യലായിട്ടൊരു തൊപ്പി സംഘടിപ്പിക്കും ചെറുപ്പക്കാരെ. ചില ആളുകൾ റമളാൻ സ്പെഷ്യൽ തൊപ്പി എന്നൊക്കെ അതിന് പേരും പറയും. കാരണം റമളാനിനെ ആദരിച്ചുകൊണ്ട് ചെറുപ്പക്കാര് ചെയ്യുന്നതാണ്. ഒരിക്കലും അതിനെ വിമർശിക്കാൻ പറ്റുകയില്ല. അത് വേണം എന്നാണ് ഞാനും പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ റമളാൻ 1 തന്നെ നല്ലൊരു തൊപ്പിയൊക്കെ ധരിച്ച് ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ഇങ്ങനെ വരും. ആ പള്ളിയിലേക്ക് വരുമ്പോ ഏതോ ഒരു പള്ളിയുടെ കാരണവരുണ്ടാവും, വാതിലും ചാരി ഇങ്ങനെ നിൽക്കുന്നു. ഇവനെ കാണുമ്പോ ആ കാരണവരിങ്ങനെ പറയും, എന്താടാ
11 മാസക്കാലം നിന്റെ തലയെ തൊപ്പിയൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇപ്പെന്താ ഒരു സ്പെഷ്യൽ തൊപ്പിയിട്ടിറങ്ങിയത്? നല്ലൊരു സുന്നത്തായ വിഷയമാണ് ചെയ്തത്. എന്നാലും പള്ളിയിലേക്ക് വരുമ്പോ കാരണവര് ചോദിക്കും, എന്താടാ ഇപ്പൊ സ്പെഷ്യൽ ഒരു തൊപ്പി എന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ കേൾക്കുമ്പോ ചെറുപ്പക്കാരന് തോന്നും, പടച്ചോനെ ഞാൻ ഈ തൊപ്പിയിട്ടത് മോശമായി പോയോ, ഞാൻ ഈ തൊപ്പിയിട്ടത് മോശായോ? ഇത് കരുതിയിട്ട് പിറ്റേന്ന് അവൻ ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ തൊപ്പി ഇടാതെ വരും. എന്തേ? ഇന്നലെ തൊപ്പി ഇട്ടിട്ട് ഹാജിയാര് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഇന്ന് തൊപ്പി ഇടാതെ പള്ളിയിലേക്ക് വരുമ്പോ അതേ ഹാജിയാരുണ്ടാവും പള്ളിയുടെ അതേ വാതിലും ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവൻ തൊപ്പിയിടാതെ മുടിയൊക്കെ കാണിച്ചിങ്ങനെ വരുന്നത് കണ്ടാല് ആ ഹാജിയാര് തന്നെ ചോദിക്കും, എടാ റമളാൻ മാസല്ലേ, ആ റമളാനിലെങ്കിലും ഒരു തൊപ്പിട്ടൂടടാ നിനക്കെന്ന് ചോദിക്കും. ഇന്നലെ തൊപ്പി ഇട്ടതിന് കുറ്റം പറഞ്ഞ അതേ ഹാജി ഇന്ന് തൊപ്പി ഇടാത്തതിന് കുറ്റം പറയും. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനെ നമ്മൾ ഇനി എങ്ങനെയാ ബോധ്യപ്പെടുത്തുക? ഈ മനുഷ്യനെ എങ്ങനെയാ ബോധ്യപ്പെടുത്തുക? തൊപ്പി ഇട്ടാലും കുറ്റം പറയും, ഇട്ടിട്ടില്ലെങ്കിലും കുറ്റം പറയും. സുബ്ഹാനല്ലാഹ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ പ്രിയ മകന് വലിയ വലിയ ഉപദേശങ്ങൾ കൊടുത്തത് ഖുർആനിൽ കാണാം. ചില ഉപദേശങ്ങൾ പ്രാക്ടിക്കലായി അവിടുന്ന് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ ഉപദേശത്തിൽ പെട്ടതാണ്, പ്രാക്ടിക്കലായി മനസ്സിലാക്കി കൊടുത്ത വിഷയത്തിൽ പെട്ടതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന വിഷയം. സുബ്ഹാനല്ലാഹ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളോ സ്വന്തം മകനെയും കൂട്ടിയിട്ടൊരു യാത്ര പുറപ്പെടുകയാണ്. എന്താ ലക്ഷ്യമെന്നറിയുമോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ത് പ്രവർത്തനം ചെയ്യാലും കഴിയുകയില്ല. നല്ലത് ചെയ്താലും ജനങ്ങളെല്ലാവരും തന്നെ നല്ലത് പറയൂല, ചീത്ത ചെയ്താലും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തൂല. സ്വന്തം ഉമ്മാന്റെ മുഖത്ത് അടിച്ചാലും ജനങ്ങളെ രണ്ടഭിപ്രായം പറയും, അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പരിഗണിച്ചിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടതോ, മറിച്ചോ അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവിടുന്ന് മകനെയും കൂട്ടിയിട്ടൊരു യാത്ര പുറപ്പെടും. വാഹനമായിട്ടൊരു കഴുതയാണിത്. സുബ്ഹാനല്ലാഹ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളും മകനും വാഹനമൃഗമായ ഒരു കഴുതയും യാത്ര ഇങ്ങനെ പുറപ്പെടുമ്പോ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ നമ്മൾ രണ്ടാളും നടക്കണ്ട, ഒരു വാഹനമൃഗമുണ്ടല്ലോ, അതുകൊണ്ട് മകൻ ഈ കഴുതപ്പുറത്ത് കയറിയിരുന്നോളൂ, ബാപ്പ നടന്നോളാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പൊന്നുമോനെ ആ കഴുതപ്പുറത്ത് ഇരുത്തി ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ കഴുതയുടെ കയറും പിടിച്ചിങ്ങനെ നടക്കുക. നടന്നൊരു അങ്ങാടിയിലെത്തി. ഏത് അങ്ങാടിയാണെങ്കിലും ആ അങ്ങാടിയിലൊക്കെ ബസ് സ്റ്റോപ്പിന്റെ അഹലുകാരായ ചില ആൾക്കാരുണ്ടാവും. ഈ നാട്ടിലുണ്ടാവും ചിലപ്പോ അങ്ങനെ. ബസ് സ്റ്റോപ്പിന്റെ അഹലുകാർ എന്താ അവരുടെ മെയിൻ ഡ്യൂട്ടി? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബസ് സ്റ്റോപ്പിലാണ് ഉണ്ടാവുക. ആ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന എല്ലാ മനുഷ്യന്മാരുടെയും പച്ച മാംസം തിന്നുക, ഇതല്ലാത്ത ഒരു പണി അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും എല്ലാ നാട്ടിലും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ചില ആളുകൾ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെയും മകനെയും കാണുകയാണ്. മകൻ ഇങ്ങനെ വാഹനപ്പുറത്ത് കയറി ഇരിക്കുന്നുണ്ട്, ബാപ്പ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ രംഗം കണ്ടപ്പോ നാട്ടുകാര് പറഞ്ഞു, വല്ലാത്തൊരു മകൻ തന്നെ. സ്വന്തം ബാപ്പാനെ നടത്തിച്ചിട്ട് എങ്ങനെയാണ് ആ കുട്ടിക്ക് കഴുതയുടെ പുറത്തിങ്ങനെ കയറിയിരിക്കാൻ കഴിയുന്നത്? ഒരതവുമില്ലാത്ത കുട്ടിയായി പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ചോദിച്ചു, മോനെ നാട്ടുകാരെ അഭിപ്രായം മോൻ കേട്ടിട്ടില്ലേ?
ബാപ്പ നടക്കുകയും മകൻ കഴുതപ്പുറത്ത് ഇരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് മോൻ ഇറങ്ങി, ഇനി ബാപ്പ കയറട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സ്വന്തം മകനെ കഴുതപ്പുറത്ത് നിന്ന് ഇറക്കി ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ കയറി വീണ്ടും യാത്ര നടത്തുകയാണ്, തുടരുകയാണ്. മറ്റൊരു നാട്ടിലെത്തിയപ്പോ അവിടെയുണ്ട് ചില ബസ് സ്റ്റോപ്പിന്റെ അഹിലുകാര്. അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാത്തൊരു ബാപ്പ, ചെറിയ കുട്ടിയെ നടത്തിച്ചിട്ട് ആ ബാപ്പാക്ക് എങ്ങനെ ഈ കഴുതപ്പുറത്ത് കയറിയിരിക്കാൻ മനസ്സ് വന്നത്? ഒരു കരുണയില്ലാത്ത വാപ്പയായി പോയല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അപ്പയും ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ, നാട്ടുകാരുടെ അഭിപ്രായം കേട്ടില്ലേ? നേരത്തെ മോൻ കയറിയപ്പോഴും നാട്ടുകാര് പറ്റൂല എന്ന് പറഞ്ഞു, മകനെ ഇറക്കി ഞാൻ കയറിയപ്പോഴും നാട്ടുകാരതിനെ വിമർശിക്കുകയാണ്. എന്ന ബാപ്പ മകനെയും കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി. അങ്ങനെ രണ്ടുപേരും, ആരും നടക്കാനില്ല, രണ്ടുപേരും ആ വാഹനപ്പുറത്ത് കയറി ഇങ്ങനെ പോവാൻ തുടങ്ങി. അടുത്ത നാട്ടിലെത്തിയപ്പോ അവിടെ ഉണ്ട് ചില ആൾക്കാര്. അവരിങ്ങനെ നോക്കിയിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാപ്പയും മകനും. ചെറിയൊരു കഴുതയുടെ പുറത്തല്ലേ രണ്ടെണ്ണം കയറിയിരിക്കുന്നത്, ഓവർലോഡല്ലേ എടുപ്പിക്കുന്നത്, ഒരു ദയവില്ലാത്ത വാപ്പയും മോനും ആയിപ്പോയല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ, നമ്മൾ രണ്ടാളും കയറിയാലും നാട്ടുകാര് കുറ്റം പറയും. ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടാളും കയറണ്ട. കാരണം മകൻ മാത്രം കയറിയപ്പോഴും നാട്ടുകാര് കുറ്റം പറഞ്ഞു, ബാപ്പ മാത്രം കയറിയപ്പോഴും പറഞ്ഞു, രണ്ടാളും കയറിയപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ ആരും കയറണ്ട, നമുക്ക് മൂന്നാൾക്കും നടക്കാമെന്ന് പറഞ്ഞു. ബാപ്പയും നടക്കുകയാണ്, മകനും നടക്കുകയാണ്, ആ കഴുതയും ഇങ്ങനെ പിടിച്ചു നടക്കും. അടുത്ത നാട്ടുകാരുടെ അടുത്തെത്തി. അപ്പൊ നാട്ടുകാർ ഇവരെ ഇങ്ങനെ നോക്കി കളിയാക്കിയിട്ട് പറഞ്ഞു, 3 കഴുതകളാണ് പോകുന്നത് എന്ന് പറഞ്ഞു. 3 കഴുതകളാണ് പോകുന്നത്. കാരണോ, ഒരു വിവരമില്ലല്ലോ ആ ബാപ്പക്കും മോനും. എന്തിനാണ് ഈ രണ്ടെണ്ണം ഇങ്ങനെ നടക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് കഴുതന്റെ പുറത്ത് കയറിയിരുന്നൂടെ? സുബ്ഹാനല്ലാഹ്. രണ്ടാളും കയറി ഇറങ്ങിയപ്പോ നാട്ടുകാര് പറയാണ്, എന്തിനാ ഈ രണ്ടാളും ഇറങ്ങുന്നത്? ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അതിന്റെ മുഖത്ത് കയറിക്കൂടെ? ഈ നാട്ടുകാരെ എങ്ങനെയാ ബോധ്യപ്പെടുത്തുക? ഈ ജനങ്ങളെ എങ്ങനെയാ ബോധ്യപ്പെടുത്തുക? മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവിടുന്ന് പൊന്നുമോനോട് പറഞ്ഞു, മോനെ, ഇതാണ് നാട്ടുകാരുടെ സ്വഭാവം. എന്ത് ചെയ്താലും അവര് കുറ്റം പറയും. റമളാനല്ലേ വരുന്നത് എന്ന് കരുതി നീ തലയിൽ തൊപ്പിയിട്ടാൽ കുറ്റം പറയും, തൊപ്പിയിട്ടിട്ടില്ലെങ്കിലും കുറ്റം പറയും. നീ തറാവീഹ് നിസ്കരിക്കാൻ നല്ല മനസ്സോടെ നിന്നാൽ നിന്റെ കൂട്ടുകാരെ മാറി നിന്നിട്ട് പറയും, വലിയ ആളായിപ്പോയി, അല്ലെങ്കിൽ അവൻ വലിയ സ്വാലിഹായി പോയി, ഇന്നലെയല്ലേ നിസ്കരിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോ നിന്നെ പരിഹസിച്ചെന്ന് വരാം. സുബ്ഹാനല്ലാഹ്. നാട്ടുകാര് എന്ത് പറയുന്നു എന്നതല്ല വിഷയം. വയക്കൂന മദ്ഹൂഹും വദമ്മൂഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. മഹാന്മാരായ ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ്? വ്യക്തിപരമായി ആരെന്ത് വിമർശിച്ചാലും അവരതിന് മറുപടി പറയാറില്ല. വ്യക്തിപരമായി എന്ത് വിഷയങ്ങൾ അധിക്ഷേപമായി പറഞ്ഞാലും അതൊന്നും അവർ കാര്യമായി എടുക്കാറില്ല. എന്തേ വയക്കൂന മദ്ഹൂഹും വദമ്മൂഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട വിഷയം ചെയ്യുമ്പോ ആര് മദ്ഹ് പറയുന്നു, ആരെ ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു, ഈ വിഷയമൊന്നും അവര് നോക്കുകയില്ല. അതല്ലേ മഹാനായ ഇമാമുൽ ബൂസൂരി തങ്ങളോ അവിടുന്ന് ബുർഉദയിൽ ഒരു വരി പറയുന്നത് കാണാം. യാ ലഈമി ഫിൽ ഹവാ ഉദ്രി മഅ്ദിറത മിന്നി ഇലൈക
أنصفت لم تلومي ഹബീബായ തങ്ങളോട് അടങ്ങാത്ത അനുരാഗത്തിന്റെ പേരിലോ അടങ്ങാത്ത ഇഷ്കിന്റെ പേരിലോ മഹാനായ ഇമാമുൽ ബൂസൂരി തങ്ങൾ അങ്ങ് ലയിച്ചപ്പോ അവിടുത്തെ ചില ആളുകൾ ആക്ഷേപിക്കുകയാണോ, ചില ആളുകൾ സംശയത്തോട് നോക്കുകയാണോ? ആ സമയത്ത് മഹാനായ ഇമാമുൽ ബൂസൂരി തങ്ങളുടെ മറുപടി എന്താ? യാ ലഈമി ഫിൽ ഹവാൽ ഉദ്രി മഅ്ദിറതാൻ മിന്നി ഇലൈക വലോ أنصف